ഹായ് ഹലോ വെൽക്കം ടു യുവർ. ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്ത് തിരൂരാണ്. തിരൂർ ആരുടെ വീട്ടിലാടാ? വേറെ വീട് ഉമ്മാൻ്റെ വീട്. ഇവൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂറും ഇവിടുത്തെ മെറ്റീരിയൽസിനെ കുറിച്ചൊരു ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സോ നാസിസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ പേര്. ഇവിടെ നമുക്ക് GI പൈപ്പ് കൊണ്ട് വെച്ചിട്ടുള്ളൊരു ഗേറ്റ് തന്നെ കാണാൻ പറ്റും. ഈ ഗേറ്റ് പറഞ്ഞിട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ഹൗസ്. സോ ഇതാണ് നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്ന തിരൂരിൽ തന്നെ ഒരു ചെറിയൊരു അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഗംഭീര വീട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, നല്ല രീതിയിലാണ് ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് എവിടെയൊക്കെ നല്ല രീതിയിൽ ഗ്രാസും ഫ്ലവേഴ്സൊക്കെ പിടിപ്പിക്കാൻ പറ്റും അത്രയും മാക്സിമം നോക്കിയിട്ടുണ്ട്. അതും വീടിന് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ മാത്രമുള്ള ചെടികൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വരുന്ന മരങ്ങളായാലും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർ ഈ ഒരു കോമ്പൗണ്ടിനോട് ബ്ലെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. സോ ഈ വീടിൻ്റെ നടുഭാഗത്ത് നമുക്ക് കാണാം ചെറിയ രീതിയിൽ അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കാറിൻ്റെ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഭയങ്കര നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന പാർക്കിംഗ് ഏരിയ തന്നെയാണ്. അതായത് ഒരു കാറും 2 ബൈക്കൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് ഏരിയയാണ് വരുന്നത്. ബാക്കി ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റു സൈഡിൽ കണ്ട പോലെ തന്നെ നല്ല രീതിയിലുള്ള ഗാർഡൻ ഗ്രാസും എല്ലാം പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. ബാക്കിപ്പോൾ ഇടയിൽ വരുന്ന തെങ്ങിൻ്റെ ഒരു ചെറിയ ഇതാണെങ്കിലും അവിടെ നമ്മുടെ ഈ വെള്ളാരങ്കല്ലൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അതും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്, മുറ്റം റെഡിയാക്കിയിട്ടുള്ളത്. GI പൈപ്പ് കൊണ്ട് ചെയ്തിട്ടുള്ള വേറൊരു നല്ല ഒരു ഒരു സ്വിങ് ഇവിടെ തന്നെ കാണാം. ഇവിടെ ചെറിയ കുട്ടി നമ്മളെ ഇൻട്രോയിലുള്ള അവൻക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു നല്ലൊരു സ്വിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രീപ്പർ ഗ്രാസ് അങ്ങനത്തെ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു ഗ്രില്ല് നമുക്കിവിടെ കാണാം. ബാക്കി ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട് വരുന്നത്. സോ ബാക്കി വീടിൻ്റെ ഡീറ്റെയിൽസായിട്ട് വിൽ കണ്ടിന്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഹൗസ് ടൂറും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കോളിംഗ് ബെല്ല് ഇവിടെ വരുന്നുണ്ട്, ബെല്ലടിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ അവർ തുറക്കുന്ന വിചാരിക്കണം. ആക്ച്വലി ഈ വുഡൊക്കെ ഹായ് അസ്സലാമു അലൈക്കും, പണിയിലായിരുന്നാ? അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വീട്ടിലോട്ട് ഉള്ള ഒരു എൻട്രി വരുന്നത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ലിവിങ് ഏരിയ വരുന്നുണ്ടല്ലോ, അവിടെ മറ്റേ TV-യുടെ കാര്യങ്ങൾക്കുള്ള ഏരിയാസ് മൊത്തം. ഇവിടെ കയറി വേണ്ടി ശ്രദ്ധിച്ചാണ് ഈ ഡോറിൻ്റെ ഒരു സംഭവം വരുന്നത്. ഡോർ ആക്ച്വലി എന്തായിരുന്നു വരുന്നത്, മഹാഗണി അല്ലേ. മഹാഗണിയിൽ നമ്മൾ മൈക്ക കോട്ടിങ് എന്താ പറയുന്നത്, അത് പെയിൻറ്റ് തന്നെ പോളിഷ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കി നമ്മൾ ഇത് ഷുറാക്ക് കാര്യങ്ങൾ അത് ഫുള്ള് സാധാ പ്ലൈവുഡും ഇത് മറ്റേ മേക്കപ്പ് ലൈറ്റ് അല്ലേ. ഓക്കെ, ബാക്കി ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിലോട്ട് വരുന്നതാണ് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഈ ഒരു സോഫ സെറ്റ് ചെയ്തിരിക്കണത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ കാണാം. സോഫ കസ്റ്റമായിട്ട് ചെയ്യിച്ചതല്ലേ, ചെയ്യിച്ചത് അത് എവിടെ നിന്നായിരുന്നു? വളാഞ്ചേരി. മറ്റേ സിൽവനല്ല, കസാരിയോല്, വളാഞ്ചേരി കസാരിയോല് വെച്ചിട്ട് ചെയ്യിച്ചിട്ടുള്ള സോഫ സെറ്റാണ്. ആക്ച്വലി നല്ല കംഫർട്ടബിളാണ്. ഞാൻ മുമ്പ് വന്നിട്ട് ഇരുന്ന് നോക്കിയിട്ടുണ്ട്. അത് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും നമുക്ക്? എത്ര? 40,000 രൂപ ഈ ഒരു ഫുൾ സെറ്റ് അടക്കം. ഇത് നമ്മൾ എക്സ്റ്റേണൽ വേറെ മേടിച്ചതല്ല. ഓക്കെ ഓക്കെ, ഇത് ചെയ്യിച്ചതാണ്. ഓക്കെ, 6 സെറ്റിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാള് മൊത്തം ടച്ച്ഡ് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. ഒരു ഗ്രേഷ് മാത്രമല്ല, കറക്റ്റ് ആ ഒരു ടച്ച്ഡ് ഫിനിഷ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് ഘടകമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ സംഭവം നമ്മൾ ചെയ്യിച്ചാണ് ഒരു പ്ലൈവുഡിൽ തന്നെ ചെയ്യിച്ചു. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാവുന്ന ഒരു ഫസ്റ്റ് എൻട്രി അട്രാക്ഷനാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്.
ഇത് ഇപ്പോൾ പറയുമ്പോൾ 4 പില്ലറിനോട് ചേർന്നിട്ട് വരുന്ന ഒരു ചെറിയ നടുമുറ്റം പോലത്തെ ഒരു എഫക്റ്റ്. ഇതിന് ആക്ച്വലി ടോപ്പ് ഓപ്പൺ ആണല്ലേ, ഗ്ലാസ് ഒന്നുമില്ല. സോ വെള്ളം വരുന്ന മൊത്തം നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ വരുമ്പോൾ ചെടികളൊക്കെ ശരിക്കും ഇത് പ്ലാന്റുകൾ തന്നെയാണ്. നടുവിൽ ആ പ്ലൈവുഡിൻ്റെ സെക്ഷനും വെച്ചിട്ടുണ്ട്, ബാക്കി ആ വൈറ്റ് കല്ലുകളും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു സോഫ അടുത്തത്. ഇത് അതിൻ്റെ കൂടെ തന്നെ ചെയ്തതല്ലേ, ഫുള്ള് അവർ തന്നെ വന്നിട്ട് ചെയ്തെന്ന് ആയിരിക്കും. ബാക്കി ഈ ടി വി സ്റ്റാൻഡ് കാര്യങ്ങളും സാധാ പ്ലൈവുഡിലും കോട്ടിങ് അടിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി നമ്മൾ ഇതിനോട് പറയുമ്പോൾ മെയിനായിട്ട് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു, പിന്നെ മറന്നു പോയതാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ആക്ച്വലി വരുന്നത്? 2800 സ്ക്വയർ ഫീറ്റ്, 12 സെൻറ്റ് അല്ലേ സ്ഥലം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മെയിൻ ഡോർ മഹാഗണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിളകളെല്ലാം മഹാഗണിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡോറുകളോ അയിനിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രെയിം വർക്ക് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു സിറ്റിംഗ് സ്പേസിൻ്റെ ഫ്രെയിം വർക്കും ആക്ച്വലി ഒരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലൈവുഡിൻ്റെ ഒരു ഫിനിഷ് കോട്ടിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കിവിടെ 4 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ നമുക്ക് കാണാം, ഇതാണ് വരുന്നത്. ഇവിടെ വരുന്ന കോട്ട് കാര്യങ്ങൾ മൊത്തം നമ്മൾ ഇത് തന്നെ വന്നത്, മൊത്തം ചെയ്യിച്ചത് പ്ലൈവുഡിൽ തന്നെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഡിസൈനർ വേറെ ഉണ്ടായിരുന്നല്ലോ അവർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ആക്ച്വലി നമുക്ക് മറ്റേ ക്ലാഡിങ് ടൈൽസ് ആണ് വന്നിട്ടുള്ളത്. അത് ആ ഒരു തീംഡ് ഒരു ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ക്ലാഡിങ് ടൈൽ ഒരു ഇഷ്ടികയുടെ ഒരു ഫ്രെയിമിൻ്റെ കൂടെ തന്നെ ഒരു വുഡൻ ഫ്രെയിമും വെച്ചിട്ടുണ്ട്. ആക്ച്വലി മോൻ എൻ്റെ ഇവിടെ പഠിച്ചതാണ്. ഇപ്പോൾ ബാത്റൂം ഇവിടെ വരുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ഈ ഡിസൈൻ കാര്യങ്ങളും മൊത്തം നമ്മൾ തന്നെ കസ്റ്റം ഡിസൈൻ ചെയ്തിട്ട് ഒക്കെ ഒരുമിച്ച് ഒറ്റ സെപ്പറേറ്റ് ചെയ്തതാണ്. ബാക്കി ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് 2 ബെഡ്റൂം വരുന്നത്. ഇവിടെ ആക്ച്വലി ഇത് ചെറിയ ആളുടെ ബെഡ്റൂമാണ്. അപ്പോൾ പുള്ളിക്കാരനക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റഡി ടേബിൾ, ബാക്കി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഷെൽഫ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിറ്റിംഗ് ടേബിൾ. ഇപ്പോൾ ഇവിടെ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങൾ വെക്കാനാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലൈവുഡിൽ തന്നെയാണ് വരുന്നത്. മേക്കപ്പ് പ്ലേറ്റിൻ്റെ ഒരു കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകും. ഈ ഡോറൊക്കെ അയിനിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ പിന്നെ ടോട്ടലി എല്ലായിടത്തും നമുക്ക് ഫുള്ളി വേസ് കാണാം. പിന്നെ ഈ ലിവിങ് റൂമിൽ വന്നപ്പോൾ ഞാൻ ആക്ച്വലി കാണിക്കാൻ വിട്ടുപോയതാണ്, അത് ഫ്രെയിമിൽ കൊള്ളാത്ത സീലിങ് സാധാ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീണ്ടും പ്ലൈവുഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് LED വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനോട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മുടെ 3ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ലൈക്ക് ഓരോ ബെഡ്റൂമിനും വേണമെങ്കിൽ ഓരോ തീമെന്ന് തന്നെ പറയാം. അവിടെ ഒരു ഇഷ്ടിക ഒരു ക്ലാഡിങ് ടൈലിൻ്റെ കൂടെ ഒരു വുഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം. ഇത് ആക്ച്വലി എന്ത് തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഇങ്ങനെ ജസ്റ്റ് ആ ഒരു തീം ഡിസൈനിൽ സാധാ പ്ലൈവുഡ് കാര്യങ്ങളിൽ വന്നതാണ്. ഇത് നിങ്ങളുടെ ഇതിൻ്റെ ഡിസൈനിൻ്റെ കൂടെ തന്നെ വന്നാണോ അതോ അതിൻ്റെ കൂട്ടത്തിലൊരു ചെറിയ രീതിയിൽ ഒരു അൽമാര കാര്യങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടുത്തെ ഉമ്മാൻ്റെയും എല്ലാവരുടെയും റൂം വരുന്നത്. ഇത് ആക്ച്വലി വരുന്നത് ഫുള്ള് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമും കട്ടിലുകൾ എന്തായാലും കസ്റ്റമായിട്ട് തന്നെ മെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. ഓരോ റൂമും ഓരോ തീം കാണാം. ഇപ്പോൾ ഈ റൂമിന് ഈ ഒരു എന്തെങ്കിലും ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ബെഡിന് നേരെ കിടക്കുന്ന ഈ ഒരു വിളക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. വേറെ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബാക്കി കബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഒക്കെ ഒരു തീം പിടിച്ചിട്ടാണ് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ തന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നത്. ഡൈനിങ് സ്പേസ് ഒരു ആക്ച്വലി ഇവിടെ ഒരു 8 പീപ്പിൾ ടേബിൾ അല്ലേ വരുന്നത്? 8 അല്ലേ? 3, 6, 8 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ്. ഇവിടെ വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവൻ ഒരു സ്റ്റോൺ ഫിനിഷ്ഡ് ക്ലാഡിങ് ടൈൽ വെച്ചിട്ടാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇതിവിടെ കബോർഡ് വന്നത് സാധാ ടൈലിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഗ്രാനൈറ്റ് ആണല്ലേ, ഗ്രാനൈറ്റിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ബാക്കി ഇതും വന്നിട്ടുണ്ട്. അത് പ്ലൈവുഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മളെ കിച്ചണിലോട്ടുള്ള എൻട്രാണ്. കിച്ചൺ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ.
അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ വന്നിരിക്കുന്നത് ഒരു സ്പൈറൽ ഡിസൈൻ കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ബാക്കിയുള്ള കിച്ചൺ കബോർഡ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ടൈലല്ലേ വരുന്നത് ഇവിടെ മേലെ നാനോ വൈറ്റിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഇത് അലൂമിനിയം ഹാൻഡ് ഗ്രിപ്പുകളും വരുന്നുണ്ട്. അത് ബാക്കി ഫുള്ള് പ്ലൈവുഡിൽ നമ്മൾ സാധാ കോട്ടിങ് അടിച്ചതല്ലേ, മൈക്രോ കോട്ടിങ് അല്ലല്ലോ, പോളിഷ് വാട്ടർ പ്ലാന്റ് ഇതൊക്കെ അടിച്ച് തന്നതാണ്. ബാക്കിപ്പോൾ ഫേബറിൻ്റെ തന്നെ നമുക്ക് എക്സോസ്റ്റ് കാണാം. ബാക്കി കിച്ചൺ ഇവിടെയാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ ടീ ടേബിൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ ചാടിക്കാനും കാര്യങ്ങൾക്കും അവിടെ ഗ്ലാസ് സെറ്റ് ചെയ്തൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ചെറിയൊരു സ്റ്റോർ റൂം. അത് സ്റ്റോർ റൂം ആക്ച്വലി വന്നത് ചെറിയൊരു ഏരിയ ആണെങ്കിലും ലൈക്ക് അത് മൊത്തമായിട്ട് സ്റ്റോർ ആ ഒരു കബോർഡ് അങ്ങനെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഭയങ്കര എലഗൻ്റായിട്ട് സിമ്പിളായിട്ട് അത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ കബോർഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു എക്സ്റ്റേണൽ വർക്കിംഗ് കിച്ചണിന് പുറത്ത് നമുക്ക് വരുന്നുണ്ട്. മലപ്പുറത്ത് തിരൂരുള്ള മറ്റൊരു സുന്ദര ഭവനമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഒറ്റ സ്റ്റോറി ഉള്ളൂ, 2500 സ്ക്വയർ ഫീറ്റ്, മൊത്തം വർക്കും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടു കാണും അത്രയും ഭംഗിയുണ്ട് വീട്. ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ ബാക്കി ആർക്കിടെക്റ്റ് ആയാലും എഞ്ചിനീയർ ആയാലും ബാക്കി ഇന്റീരിയർ ചെയ്തവരായാലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനോടകം ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. സോ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്.